Hallelujah. 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 കർത്താവിന്റെ നാമത്തിൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. I thank God for the name of Jesus. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The presence of God is in our midst. അവന്റെ സാന്നിധ്യത്തിൽ നിന്നും തേജസ്സിലേക്കുള്ള ഷിഫ്റ്റുകൾ നമ്മുടെ മധ്യത്തിൽ നടക്കുന്നുണ്ട്. And the shift from the presence of God to the glory of God is happening in our midst. നമ്മുടെ ആളത്വത്തിൽ, നമ്മുടെ ആത്മദേഹി ദേഹത്തിൽ അവന്റെ തേജസ്സിന്റെ അളവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. The amount of His glory is increasing in our person, the whole person. ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അത് ചെയ്തിരിക്കും. If God has spoken something, He will fulfill it. Amen. Amen. നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നമ്മുടെ ഹൃദയം സംശയിച്ചു പോകരുത്. Our heart should not be discouraged or we should not doubt. Amen. Amen. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. In John chapter 14, Jesus is telling, do not be discouraged nor be dismayed, but believe in me and believe in the Father. Hallelujah. Hallelujah. ഈ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നിവർത്തിക്കും. Whatever God has spoken in the scriptures, He will fulfill it. Amen. Amen. അത് നിവർത്തിക്കണമെങ്കിൽ നാം അവന്റെ വിശ്വാസത്തിൽ നിൽക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. And if that has to be fulfilled, we have to give ourselves to stand in His faith. കാരണം ദൈവം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിലാണ്. Because God works when we have faith. നാം അധികമായി പ്രാർത്ഥിക്കുന്നത് ആ വിശ്വാസത്തിൽ നമ്മൾ തുടരുവാൻ വേണ്ടിയാണ്. And we pray more so that we can continue in that faith. നാം അധികമായി ഉപവസിക്കുന്നത് ആ വിശ്വാസത്തിൽ തുടരുവാൻ വേണ്ടിയാണ്. And we fast more so that we can continue in that faith. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. കർത്താവ് അവന്റെ തേജസ്സിന്റെ അളവുകൾ നമ്മിൽ വർദ്ധിപ്പിക്കുമെന്നത് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. It's written in the scriptures that God will increase His glory in us. നമ്മെല്ലാവരും തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് യേശു കർത്താവിനെ പോലെ ആകുമെന്ന് തിരുവചനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. It's spoken to us through the scriptures that He will make us to grow from glory upon glory and make us like His Son Jesus. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഏക ലക്ഷ്യം യേശുവിനെ പോലെ ആകുക എന്നതാണ്. The only aim of our spiritual life is to become like Jesus. Amen. Amen. Hallelujah. Hallelujah. നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട്. When we come to Jesus, we have many desires and many needs. എപ്പോഴും ഈ ലോകത്തിലെ ധാരാളമായിരിക്കുന്ന ആവശ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മൾ ലക്ഷ്യമായിരിക്കും. Maybe many needs, many blessings of this world may be our aim. അതെല്ലാം കർത്താവ് തരും. And God will provide all that. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ നന്മകൾ അവൻ അതിന്റെ കൂടെ ചേർത്ത് തരും. Seek first the kingdom of God and His righteousness, and all the things that we need for this world He will give us. കർത്താവിനെ അനുഗമിച്ച ഒരു തലമുറയും ഈ ഭൂമിയിൽ നശിച്ചു പോയിട്ടില്ല. The generations that has followed Jesus in this world, none of them has been destroyed or suffered. Hallelujah. Hallelujah. കഴിഞ്ഞ ദിവസം ഞാൻ തെലുങ്കാനയിൽ നടക്കുന്ന ഉണർവിനെ കുറിച്ച്, ഉണർവ് സെൻസ് ജനങ്ങൾ കർത്താവിലേക്ക് വരുന്നതിനെ കുറിച്ച് വായിപ്പാനിടയായി തീർന്നു. Last day I was reading about this so much people coming to Jesus Christ in Telangana. Amen. Amen. അവിടെ സെക്യുലർ മാധ്യമങ്ങൾ പറയുന്നത് ആ കർത്താവിലേക്ക് വന്ന ആ വലിയൊരു കൂട്ടം ജനത്തിന്റെ ജീവിത നിലവാരം തന്നെ മാറിയെന്നാണ്. And the social media says that the lifestyle of most of the people who have come to Jesus Christ has changed. എല്ലാവരുടെയും Everyone's life standard has changed. Amen. Amen. അവരുടെ ഭൗതിക ജീവിത നിലവാരം മാറിയിരിക്കുകയാണ്. Their material life has the standard has been changed. Amen. Amen. അത് ചർച്ച ചെയ്യുന്നത് സെക്യുലർ മാധ്യമങ്ങളാണ്. And those who discuss these things are the secular medias. സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. It's discussed in the social medias. Hallelujah. Hallelujah. അപ്പോൾ കർത്താവിലേക്ക് വരുമ്പോൾ
അവന്റെ ജീവിതത്തിന്റെ മുഴുവൻ നിലയ്ക്കും മാറ്റം വരികയാണ്. When a person comes to Jesus Christ, the whole standard, the level of his life is being changed. അവന്റെ സാമ്പത്തിക നിലയ്ക്ക് മാറ്റം വരികയാണ്. The financial status of that person is being അവന്റെ changed. വിദ്യാഭ്യാസ നിലയ്ക്ക് മാറ്റം വരികയാണ്. The status of his education is being changed. അവന്റെ വിവാഹ ജീവിതം His അനുഗ്രഹിക്കപ്പെടുകയാണ്. marriage life is being blessed. സമസ്ത മേഖലയിലും അവൻ ഉയർച്ച In വരികയാണ്. every area of his life, he is having a growth. അതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ And കാര്യമാണ്. all of these are written in his scriptures. പക്ഷെ നമ്മൾ മുന്നോട്ട് ആത്മീയ ജീവിതത്തിൽ വളർന്നു But വരുമ്പോൾ when we grow forward in our spiritual life, നമുക്ക് ഒരു കാര്യം we മനസ്സിലാകും. understand one thing. കർത്താവ് നമ്മെ വിളിച്ചത് അവനെ പോലാകാൻ വേണ്ടി. God has called us to become like him. ഈ ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും ഒന്നുമല്ലെന്ന് നമുക്കവിടെ വെളിപ്പാട് ബോധ്യങ്ങൾ വരാൻ തുടങ്ങും. We receive the revelation and we understand that then the blessings of this world is nothing. ഒരുപക്ഷെ നിങ്ങൾ യേശുവിൽ വന്നത് ഒരു വിടുതലും സൗഖ്യമൊക്കെ നോക്കിയിട്ടായിരിക്കാം. Maybe you came to Jesus because you needed healing or any അത് deliverance. കുഴപ്പമൊന്നുമില്ല. It's not a problem. പക്ഷെ ചില നാളുകൾ But കഴിയുമ്പോൾ after some time, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ആ ദൈവിക സത്യത്തിലേക്ക് തിരിക്കാൻ Holy തുടങ്ങുകയാണ്. Spirit has started to turn your hearts towards the truth of the Lord. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധാത്മാവ് നിങ്ങളെ പിതാവാം ദൈവത്തിങ്കിലേക്ക് തിരിക്കുകയാണ്. The Holy Spirit is turning you towards the Father God. പിതാവാം ദൈവത്തിന്റെ സ്നേഹത്തിങ്കിലേക്ക് He's തിരിക്കുകയാണ്. turning you towards the love of the Father God. ഹല്ലേലൂയ. Hallelujah. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാൻ വേണ്ടി അകത്തുണ്ട്. I have many things to speak with you in my പക്ഷേ heart. ഞാൻ അങ്ങനെ ഒരു 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 ശരിയായ ഒരു ക്രമമായിരിക്കുന്ന പഠനത്തിന് ഇപ്പോൾ ഒരുങ്ങുകയല്ല. But I'm not preparing to have a teaching. ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. I'll read for you one scripture. എന്നിട്ട് കർത്താവ് നയിക്കുന്ന പോലെ നമുക്ക് പല കാര്യം ചിന്തിക്കാം. And then we will discuss different topics according to how God guides. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യം. The Gospel according to John chapter 17 verse 27. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 26-ാം വാക്യം. John chapter 17 verse 26. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനി വെളിപ്പെടുത്തും. And I have declared to them your name and will declare it, that the love with which you loved me may be in them and I in them. വളരെ മാർമികമായ വിഷയങ്ങൾ അവിടെയുണ്ട്. A lot of a great mystery is in this scripture. ഞാൻ അതിനൊക്കെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി I'm പോവുകയാണ്. not going to focus into all that. പരിശുദ്ധാത്മാവ് തരുന്ന ചില ചിന്തകൾ മാത്രം പറയാൻ വേണ്ടി I'm ആഗ്രഹിക്കുന്നു. only desiring to speak what the Holy Spirit is giving. അതായത് നാം കൃപയിൽ വന്നതിന് ശേഷം പരിശുദ്ധാത്മാവ് നമ്മെ പിതാവിലേക്ക്, അവന്റെ ഹൃദയത്തിലേക്ക് നമ്മെ തിരിക്കുകയാണ്. That is, after we come to grace, the Holy Spirit is turning our hearts towards the Father. യേശുവിങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ തിരിക്കുകയാണ്. He's turning our hearts to Jesus. യേശു നൽകുന്ന അനുഗ്രഹത്തിലേക്കല്ല, Not to the blessings that Jesus gives, യേശുവിലേക്ക് തിരിക്കുകയാണ്. but He's turning us towards Jesus. പിതാവിങ്കിലേക്ക് തിരിക്കുകയാണ്. He's turning us to the Father. നമ്മോട് പറയുകയാണ്, നീ യേശുവിനെ പോലായി തീരണം. And He's telling that we need to become like Jesus. നീ പിതാവിനെ അറിയണം. You need to know the Father. അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഓരോ സമയങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും ദൈവം വർദ്ധിപ്പിക്കുന്ന ആത്മീയ വെളിപ്പാടുകളാണ്. And these are the revelations that God is increasing in different stages of our spiritual life. ഈ വാക്യം പറയുന്നു, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകണം. The scripture says, the love with which you loved me may be in them. അതിന്റെ ആഴം ഒന്നും നമുക്ക് അറിയത്തില്ല. We don't know the depth of this. യേശു കർത്താവിന്റെ This പ്രാർത്ഥനയാണ്. is a prayer of Jesus Christ. ശിഷ്യന്മാർക്ക് വേണ്ടി He's പ്രാർത്ഥിക്കുകയാണ്. praying for his disciples. ആ പ്രാർത്ഥനയുടെ അവസാന വാചകമാണിത്. And this is the end part of that prayer. പിതാവേ, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം, Father, that the love that with which you loved me. അതെത്ര ആഴമെന്ന് നമുക്ക് ആർക്കും അറിയാൻ പറ്റുമോ? We cannot know how much depth, deep is that. ഈ ഒരു ആയുസ് മുഴുവൻ നമ്മൾ കർത്താവിന്റെ കൂടെ നടന്നാലും ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? Can we understand this even though we live our whole life with God? പിതാവ് പുത്രനെ സ്നേഹിച്ച സ്നേഹം, The love with which the Father loved his Son. അത് കേട്ടെ, ശ്രദ്ധിച്ചത്. നീ എന്നെ സ്നേഹിച്ച സ്നേഹം, The love with which you loved me. അതെത്ര വലുതായിരിക്കും. How great is that?
ഇവിടെ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷവും മാതാപിതാക്കന്മാരാണ്. Most of the people who are seated here are parents. നമുക്കറിയാം നമ്മൾ എത്രമാത്രം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നെന്ന്. We know how much we love our children. നമ്മുടെ പ്രിയപ്പെട്ടവരെ നാം എത്ര അധികം സ്നേഹിക്കുന്നു നമുക്കറിയാം അല്ലേ? We know how much we love our beloved ones. നമ്മുടെ കുഞ്ഞിന്റെ കാലിൽ ഒരു ചെറിയ മുള്ളു കൊണ്ടാൽ നമ്മുടെ ഹൃദയം വേദനിക്കും. If a small thorn pierces in our children's feet, our heart will pain. അവരെ കാല് എത്ര വേദനിച്ചോ അതിലധികം നമ്മുടെ ഹൃദയം വേദനിക്കും. How much the feet pained, more than that our heart will be paining. ശരിയല്ലേ? Am I right? അങ്ങനെയാണോ? നമ്മൾ ആ ദുഷ്ട അപ്പന്മാരും അമ്മമാരും അല്ലല്ലോ അല്ലേ? None of us is wicked parents. ഹല്ലേലൂയ. നാം Hallelujah. നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നു. We love our children ആ സ്നേഹത്തിന്റെ ആഴം നമുക്കറിയാം. and we know the depth of that love. പിതാവേ നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം. And he is saying to the Father, with the love that you loves me. അതിന്റെ ആഴം എത്രയെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. None of us know how much deep is പക്ഷെ that. ആ സ്നേഹം ഈ ശിഷ്യന്മാരിൽ കർത്താവിന്റെ ജനത്തിനാകണം. But he is praying that that love should be in the disciples, in the children of God. Amen. Amen. പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മളിലാകണം. The love with which the Father loves the Son should be in us. അതിനർത്ഥം പിതാവിന്റെ സ്നേഹത്തെ നമ്മൾ അറിയണമെന്നർത്ഥം. The meaning is that we have to know the love of the Father. Amen. Amen. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അറിയാവുന്ന വചനങ്ങളൊക്കെ. These are all the scriptures that we know. നമ്മൾ നിരന്തരം കേൾക്കുന്ന And വചനങ്ങളാണ്. we hear this every time. പക്ഷെ ഇതൊക്കെ ഒന്ന് നമ്മുടെ അകത്ത് പ്രകാശിക്കുന്നുണ്ടോ? But is this revealing in our hearts? പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന സ്നേഹം നമ്മുടെ ഉള്ളിലാകണം. The love with which the Father loves the Son should be in us. രണ്ടാമത്തെ കാര്യം, The second thing, യേശു നമ്മിലാകണം. and Jesus should be in us. ആമേൻ. Amen. യേശുവിന്റെ മരണത്തിന് മുമ്പുള്ള ആ പ്രാർത്ഥനയാണ്. This is a prayer before Jesus Christ was യേശു crucified. നമ്മിലാകണം. Jesus has to be in us. അതെന്താ മാർഗം? And what is the way for ഞാൻ that? നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. That I have revealed your name to them, ഇനിയും വെളിപ്പെടുത്തും. and I will reveal it again. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ പിതാവിന്റെ നാമം എന്താണ്? What is the name of the Father that Jesus Christ revealed to his disciples? ഈ ഒരു വാക്യം തന്നെ ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടി ഈ 4 സുവിശേഷങ്ങൾ ഞാൻ നിരവധി തവണ വായിച്ചിട്ടുണ്ട്. To understand this scripture, I have read the 4 Gospels many times. യേശുക്രിസ്തു വെളിപ്പെടുത്തിയ, ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തിയ നാമം എന്താണ്? ദൈവത്തിന്റെ നാമം എന്താണ്? What is the name of the God Father that Jesus Christ revealed to his disciples? ഞാൻ 4 സുവിശേഷങ്ങൾ നിരവധി തവണ വായിച്ചു. I read these 4 Gospels many times, അവിടെ ഒന്നും ഞാൻ ഒരു നാമം കണ്ടില്ല. and I did not see any name there. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ ഓരോ വാക്യത്തിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്നു ദൈവം നിങ്ങളുടെ പിതാവാണെന്ന്. But when I read the scriptures in the between the verses, I see that God is your Father. ശിഷ്യന്മാർക്ക് യേശുക്രിസ്തു വെളിപ്പെടുത്തിയ ദൈവത്തിന്റെ നാമം ഫാദർ, പിതാവ് എന്ന നാമമാണ്. The name that Jesus Christ revealed to the disciples about God is the Father, the name Father. Amen. അവർക്ക് ഇത്ര നാളും ദൈവത്തെ പിതാവായിട്ട് വ്യക്തമായിട്ട് അറിയത്തില്ല. For all these years they did not know God as their Father. ചില കേൾവികളൊക്കെ ഉണ്ട് ദൈവം പിതാവാണെന്ന്. They have only some hearings that God is a Father. പക്ഷെ ഇന്ന് വരെ ദൈവം അവർക്ക് പിതാവായി വെളിപ്പെട്ടു വന്നിട്ടില്ല. But until then God the Father was not revealed to them. വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന പഴയ ഉടമ്പടി പുസ്തകങ്ങളിൽ പറയാഞ്ഞതുകൊണ്ടല്ല, പക്ഷെ അതൊക്കെ വെളിപ്പാടായിട്ടില്ല. It's not because that it was not written in the old covenant books that they had with them, but it was not revealed to them. Amen. Amen. യേശു വന്നിട്ട് ശിഷ്യന്മാർക്ക് പിതാവിനെ വെളിപ്പെടുത്തി. But Jesus has come and is revealing the Father to his disciples. Hallelujah. Hallelujah. പഴയ ഉടമ്പടിയിൽ വെളിപ്പെട്ട ദൈവം അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ന്യായാധിപനായ ഒരു ദൈവമായിട്ടാണ്. In the old covenant, the God that they understand is the God who judges. അവൻ
കൽപ്പനകൾ ലംഘിക്കുമ്പോൾ അവൻ തന്റെ നീതിക്കൊത്തവണ്ണം ന്യായം When a വിധിച്ചിരിക്കും. person disobeys his commandments, he will judge that person according to his righteousness. അതുകൊണ്ട് അവർക്ക് പിതാവിനെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. That is why they could not understand the Father. പുത്രൻ വന്ന് പിതാവിനെ വെളിപ്പെടുത്തി. But now the Son has come and revealed the Father. പിതാവിന്റെ നാമം, പിതാവെന്ന നാമം നമുക്ക് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ പിതാവിന്റെ സ്നേഹം നമ്മിലാകാൻ കഴിയത്തുള്ളൂ. Only when the name of the Father has been revealed to us, then only his Father's love will be in us. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ശിഷ്യന്മാരിലാകണം. The love with which you love me may be in the disciples, ഞാൻ അവരിലാകണം. and I may be in them. അതെങ്ങനെ How സംഭവിക്കുന്നത്? does that happen? എങ്ങനെ ഈ സ്നേഹം അറിയുന്നത്? How do we know his love? പിതാവിനെ വെളിപ്പെട്ട് കിട്ടുമ്പോഴാണ്. When we get Father revealed to us. ആമേൻ. Amen. നമ്മുടെ എല്ലാവരുടെയും അകത്ത്, നമ്മുടെ അന്തരാത്മാവിൽ എപ്പോഴും ഒരു അനാഥത്വം, ഓർഫൻഹുഡ് ഉണ്ട്. In all of our inner being, in a heart, we have a feeling of an orphanhood. ആമേൻ. Amen. നമുക്ക് ഭൂമിയിൽ അപ്പനും അമ്മയും ഉണ്ടെങ്കിലും Even though we have our parents in this world, നമ്മുടെ ആഴത്തിൽ കിടക്കുന്ന ഒരു അനുഭവമാണ് ഓർഫൻഹുഡ്, അനാഥത്വം. it's a deep feeling within our deepest heart is orphanhood. നമ്മുടെ അന്തരാത്മാ, വിശേഷിച്ച് നമ്മുടെ അകത്തെ ആത്മ മനുഷ്യനിൽ അത് എപ്പോഴും ഉണ്ട്, ആ അനാഥത്വം. Especially in our spirit man, in the deepest part, we have that orphanhood. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധാത്മാവ് വന്നിട്ട് നമ്മുടെ ആത്മാവിനോട് നീ ദൈവത്തിന്റെ മകനാണെന്ന് നിരന്തരം സാക്ഷ്യം പറയുകയാണ്. And that is why it's written in Romans that Holy Spirit comes and speaks to our spirit that we are the children of God. ആമേൻ. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനോട് നിരന്തരം പറയുകയാണ്, അല്ലെങ്കിൽ സാക്ഷ്യം പറയുകയാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കുകയാണ്, നീ ദൈവത്തിന്റെ മകനാണ്. The Holy Spirit has come and dwell in our spirit and is teaching and testifying and speaking to our spirit that you are the Son of God. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ അന്തരാത്മാവിൽ നിരന്തരം നടക്കുകയാണ്. Even though we are not hearing it in our ears, that is happening in our inner spirit every time. നമുക്ക് പിതാവിനെ ആവശ്യമാണ്. We need the Father. പിതാവിന്റെ സ്നേഹം We ആവശ്യമാണ്. need the love of the Father. ക്രമേണ നാം ആത്മാവിൽ വളരുമ്പോൾ, And when we grow in the spirit, അല്ലെങ്കിൽ ദൈവം നമ്മുടെ അകത്തെ മനുഷ്യനെ തന്റെ തേജസ്സിന്റെ വലിപ്പത്തിനൊത്തവണ്ണം, മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം ശക്തിയോടെ ബലപ്പെടുത്തുമ്പോൾ, or when God strengthens our inner man according to the riches of his glory, ആ ദൈവ പ്രവൃത്തി നമ്മുടെ പ്രാണനിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ബുദ്ധിയിലും മനസ്സിലൊക്കെ നിറയാൻ തുടങ്ങും. that work of God will fill in our soul, in our emotions, in our will, and in our minds. അവിടെ നമ്മൾ ദൈവത്തെ പിതാവായിട്ട് അനുഭവിക്കാൻ And തുടങ്ങും. there we will start experiencing Father as our God as our Father. നമ്മുടെ ആത്മാവിൽ നടക്കുന്ന കാര്യം നമുക്ക് അനുഭവിക്കാൻ What കഴിയത്തില്ല. happens in our spirit, we cannot experience it. നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമേ അനുഭവിക്കാൻ But we പറ്റുള്ളൂ. can only experience what happens in our നമ്മുടെ hearts. ആത്മാവിൽ നടക്കുന്ന ദൈവപ്രവൃത്തി ക്രമേണ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും. That work which is happening in our spirit slowly will come into our hearts. നമ്മുടെ പ്രാണനിലേക്ക് ഇറങ്ങി It വരും. will come into our soul. നമ്മുടെ വികാരങ്ങളിലേക്ക് ഇറങ്ങി And it will വരും. come into our emotions. നമ്മുടെ വികാരങ്ങളിൽ ദൈവസ്നേഹം അനുഭവിക്കാൻ And we തുടങ്ങും. will start experiencing the love of Father in our emotions. ഹല്ലേലൂയ. Hallelujah. നമ്മുടെ വികാരങ്ങളിൽ പിതാവിന്റെ സ്നേഹം അനുഭവിക്കാൻ We will തുടങ്ങും. start experiencing the love of the Father in our emotions. യേശു നമ്മിലാണെന്ന് നമ്മൾ അറിയാനും അനുഭവിക്കാനും And we will തുടങ്ങും. start knowing and experience that Jesus is in me. ഇത് നമ്മുടെ അകത്ത് നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. And this is a work of the Holy Spirit that happens within us. ഹല്ലേലൂയ. ഞാൻ Hallelujah. കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഈ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. For the past few weeks I have been saying this again and again. ദൈവം അവനെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുകയാണ്. God is revealing himself to us. അവന്റെ തേജസ്സിനെ വെളിപ്പെടുത്തി He is തരുകയാണ്. revealing his glory to us. നാം അല്പം അല്പമായി അവനെ അറിയുവാനും അനുഭവിക്കുവാനും And തുടങ്ങുകയാണ്. we are experiencing and knowing him a little by little. ഞാൻ നിങ്ങൾ വ്യക്തമായി പറയട്ടെ, നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം മുരടിച്ചു Let പോകും. me tell you this clearly, that if we are not experiencing God,
our spiritual life will become stagnant. നാം പിതാവിന്റെ സ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ വികാരങ്ങളിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ ക്രമേണ നമ്മുടെ ആത്മീയ ജീവിതം മുരടിച്ചു പോകും. If we are not experiencing the love of the Father in our heart, in our emotions, our spiritual life will become stagnant. പരിശുദ്ധാത്മാവിന്റെ നിറവിനെ നമ്മുടെ ദേഹിയിൽ, നമ്മുടെ ഹൃദയത്തിൽ, പ്രാണനിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ക്രമേണ മുരടിച്ചു പോകും. If we are not experiencing Holy Spirit in our spirit, soul and body, slowly our spiritual life will become stagnant. Hallelujah. 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 ദൈവത്തെ അനുഭവിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ പ്രാണനെ അവൻ So രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. God is transforming our soul that we can experience God. നമുക്ക് കേട്ടൊരു കാര്യമുണ്ട്, ദൈവം വെളിച്ചമാണ്. We have heard this, that God is light. യേശുക്രിസ്തു വെളിച്ചമാണ്. Jesus is light. ഈ രണ്ട് വാക്കുകൾ നിരവധി പ്രാവശ്യം നാം വായിച്ചിട്ടുണ്ട്. These two things we have read many times. ദൈവം വെളിച്ചമാണ്. God is light. യേശുക്രിസ്തു വെളിച്ചമാണ്. Jesus Christ is light. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. And there is no darkness in him at all. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. There is no darkness in him at all. ദൈവം വെളിച്ചമായിരിക്കുന്നത് പോലെ And as God is light, നാമും വെളിച്ചമാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. God's desire is that we also become light. അർത്ഥം എന്താണ്? അതിനർത്ഥം എന്താണ്? What is the meaning of that? നമ്മുടെ പ്രാണനിൽ ഇപ്പോഴും ദൈവത്തിന്റെ വെളിച്ചം പൂർണ്ണമായിട്ടില്ല. Even now, the light of God has not yet completely filled in our soul. Hallelujah. Hallelujah. ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ വെളിച്ചം നമ്മുടെ അന്തരാത്മാവിൽ വന്നിട്ടുണ്ട്. God's life, God's glory has already come in our inner being, in a spirit. നമ്മുടെ ആത്മാവിൽ ദൈവമുണ്ട്. God is in our spirit. ആ വെളിച്ചം നമ്മുടെ അകത്തുണ്ട്. That light is in us. ആ ജീവൻ നമ്മുടെ That അകത്തുണ്ട്. life is in us. ആ ശക്തി നമ്മുടെ That അകത്തുണ്ട്. power is in us. ആ തേജസ് നമ്മുടെ അകത്തുണ്ട്. That glory is in us. എന്നാൽ അത് പൂർണ്ണമായി നമ്മുടെ പ്രാണനെ നമ്മുടെ ദേഹിയിൽ നിറഞ്ഞിട്ടില്ല. But that has not yet completely filled in our soul. നമ്മുടെ ദേഹിയിൽ ഇപ്പോഴും നിരവധിയായിരിക്കുന്ന ഇരുട്ടുകൾ There are അവശേഷിക്കുന്നു. a lot of darkness that still remains in our soul. നമ്മുടെ ദേഹി ഒരു വലിയ സമുദ്രം പോലെ, Our soul is like a big ocean. അല്ലെങ്കിൽ നമ്മുടെ ദേഹി 1000 മുറിയുള്ള ഒരു വീട് പോലെ. Or else it's like a room, it's like a house which has thousands of rooms. ചില വീടുകൾ, ചില മുറികൾ മാത്രമേ തുറന്നിട്ടുള്ളൂ. Only some rooms have been opened. ചില മുറികൾ മാത്രമേ വെളിച്ചം വന്നിട്ടുള്ളൂ. Only in some rooms there is light. ബാക്കി മുറികൾ തുറന്നിട്ട് പോലുമില്ല. Other rooms have not yet been opened. അവിടെ യേശുവിന്റെ കർത്തൃത്വം വന്നിട്ടില്ല. The lordship of Jesus Christ has not come in that place. നമ്മുടെ വികാരങ്ങളിൽ എല്ലാ ഭാഗത്തും യേശുവിന്റെ കർത്തൃത്വം വന്നിട്ടില്ല. In every part of our emotions, the lordship of Jesus Christ has not yet come. നമ്മുടെ ചിന്തകളിൽ എല്ലാ ഭാഗത്തും യേശുവിന്റെ കർത്തൃത്വം The വന്നിട്ടില്ല. lordship of Jesus Christ has not yet come in all our thoughts. യേശുവിന്റെ കർത്തൃത്വം വരാത്ത ഇടങ്ങളെല്ലാം അടഞ്ഞു And കിടക്കുകയാണ്. wherever the lordship of Jesus Christ has not yet come, it's still closed. അത് യേശുവിന്റെ കർത്തൃത്വത്തിന് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. It has not yet been submitted to his lordship. അവിടെ ദൈവത്തിന്റെ വെളിച്ചം And വന്നിട്ടില്ല. the light of God has not yet come in that അവിടെ place. ഇപ്പോഴും പഴയ ഇരുട്ടുണ്ട്, And still the old darkness remain in that പഴയ place. അശുദ്ധിയുണ്ട്, The old filthiness remain in that പഴയ place. പാപമുണ്ട്, Old sin remains in that place. പഴയ ഭാരമുണ്ട്. Old burden remains in that place. ഈവൻ നമ്മുടെ പ്രാണന്റെ ആഴങ്ങളിൽ അത് കിടപ്പുണ്ട്. Even in our deepest soul, it remains there. ഞാനൊരു കഥ ഇപ്പോൾ ഓർക്കുകയാണ്. I remember a story now. കഥ നടന്ന കാര്യമാണ്. It's not a story, it has happened. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് എനിക്കൊരു നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു. 20 years before, in a place, I had a good fellowship. നല്ല ഒരു കൂട്ടം പ്രായമുള്ള സഹോദരിമാർ ആ കൂട്ടായ്മ പങ്കെടുക്കുന്നുണ്ട്. And also a good number of elderly women gathers in that place. നല്ലൊരു ആത്മീയ കൂട്ടായ്മയാണ്. It's a very spiritual fellowship. എല്ലാ ശനിയാഴ്ചയും ഞാൻ വചനം പഠിപ്പിക്കാൻ ചെല്ലും. And I go there to teach the word of God every Saturday. കർത്താവിൽ വളരുന്ന നല്ലൊരു And കൂട്ടായ്മ. that group is growing in Christ. അതിൽ ആ വീട്ടിന്റെ നായിക, ഈ കൂട്ടായ്മ നടക്കുന്ന വീട്ടിലെ അമ്മച്ചി, the elderly person of the house where the gathering happens. നല്ല പ്രായമുള്ള ഒരു അമ്മച്ചി. She is very old.
അല്ല തേജസ് ആ മുഖത്ത് തന്നെ നമുക്ക് തേജസ് കാണാൻ We പറ്റും. can see the glory in her face. വളരെ വളരെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു സഹോദരി. She was born and brought up in a traditional family. ഒത്തിരി സമ്പത്തുള്ള ഒരു വീട്ടിൽ. There is much riches in that house. എല്ലാ സൗകര്യമുണ്ട്. They have everything they need. ആ വീട്ടിലെ അവരുടെ ആങ്ങളമാരും എല്ലാവരും അവളെ ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടന്ന് വളർത്തി. And all her brothers took care of her very well. വലിയൊരു കുടുംബത്തിൽ കല്യാണം കഴിച്ചു. And she was sent to a family, married to a family which is also rich. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. And also that person is very good. പക്ഷേ ആ വീട്ടിൽ ആ പെൺകുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. But in that house this woman had no freedom. അമ്മ അവിടെ എല്ലാം കൺട്രോൾ ചെയ്തത്. The mother was controlling everything in that house. ഈ പെൺകുട്ടിക്ക് ഒരു ഫ്രീഡം കൊടുത്തില്ല. This woman did not have any freedom. പക്ഷേ ഈ ഭർത്താവിന് പോലും ഈ പെൺകുട്ടിയെ അന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. And this husband could not protect his wife. ഒത്തിരി വേദനിച്ചു. And she went through much pain. ഒത്തിരി തിരസ്കരിക്കപ്പെട്ടു. She was rejected. ഭർത്താവിന് കൂടെ നിൽക്കാൻ പറ്റിയില്ല. And the husband could not stand with her. അവസാനം ഇവര് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ജനിച്ചു, മാറി താമസിച്ചു. And after many years she had many children, and also after that she stayed in a different place. പല പ്രാവശ്യം ആ വീട്ടിൽ വെച്ച് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ശ്രമിച്ചിട്ടുണ്ട്. And she tried to commit suicide when she was in her husband's home many times. അത്രമാത്രം അവര് ഹൃദയത്തിൽ പ്രതികൂലം അനുഭവിച്ചു. That much she suffered in her heart. പിന്നെ അവർ കർത്താവിൽ വന്നു. Then later she came to Christ. ദൈവം അവരെ സൗഖ്യമാക്കി. And God healed her. അവരുടെ മക്കളെല്ലാം വളർന്നു വലുതായി. Her children became big. അവരിപ്പം നല്ല പ്രായത്തിൽ നിൽക്കുകയാണ്. And they are grown up. എൻ്റെ ക്ലാസ്സിൽ കൂടെ അവർ കടന്നുപോയി. And now she is now learning in my class. ഇന്നർ ഹീലിംഗും ഡെലിവറൻസും എല്ലാം പ്രാപിച്ചു. She received inner healing and deliverance. അവരുടെ ഹൃദയത്തിൽ ഒരു കുറവ് പോലുമില്ല. And there is no little shortcoming in her heart. There is no filthiness in her heart. ബുദ്ധി മനസ്സും വികാരം എല്ലാം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട അവസ്ഥയിലാണ്. Her mind, heart, everything is sanctified. ഭർത്താവും ഭാര്യയും ഭയങ്കര സ്നേഹമാണ്. And there is much love between her and her husband. രണ്ടുപേരും ഒരു 80 വയസ്സിന് മേൽ എത്തി കഴിഞ്ഞിരിക്കുന്നു. They are now almost above 80 years. അത്ര കർത്താവുമായിട്ട് അടുത്ത് ജീവിക്കുന്ന വ്യക്തി. They are living so close with Jesus. അവരുടെ മുഖത്ത് തേജസ് തൊട്ടെടുക്കാൻ പറ്റും. We could touch and feel the glory of God in their face. അത്രമാത്രം കർത്താവിന്റെ കൂടെ നടക്കുന്ന That ഒരു much അമ്മച്ചി. they walk with Jesus. ഒരിക്കൽ രണ്ടുപേരും കൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുക. Once they were both traveling in a train. രണ്ടുപേരും മുഖാമുഖമായി സീറ്റിലിരിക്കുക. And they are sitting opposite to each other on the seat. പെട്ടെന്ന് ഈ അമ്മച്ചിയുടെ അകത്തൊരു വാക്ക് തള്ളി കയറി വന്നു. Immediately a word pushed out of this grandmother. അതിവിടെ പറയാൻ പറ്റുന്ന വാക്കെല്ലാം പറയാണ്. ഇവിടെ പറയാൻ പറ്റുന്ന വാക്കല്ലെങ്കിലും പറയുകയാണ്. It's not a good word to speak here, but I'm still speaking it. പന്ന പട്ടി എൻ്റെ ഭർത്താവ്. My husband is a stray dog. പന്ന പട്ടി എൻ്റെ ഭർത്താവ്. She said my husband is a stray dog. ഞെട്ടിപ്പോയി. And he was shocked. ഈ വാക്ക് എവിടുന്നാ വരുന്നത്? And she was surprised. Where did this word come from? അവൻ വിറച്ചുപോയി ദൈവസന്നിധിയിൽ. She shivered before the presence of God. 10-50 വർഷം മുമ്പ് ഒത്തിരി പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഭർത്താവുമായിട്ട്. Many years before, 50 years before, she had much problem with her husband. അതെല്ലാം സൗഖ്യമായതാ. But she was healed from all of that. അവരുടെ മനസ്സിൽ ഒട്ടും തന്നെ ഇല്ല. And it's not even in her memories. It's not even in her thoughts. It's not even in her brains. It's not in her heart. വികാരമെല്ലാം സൗഖ്യമായതാണ്. All emotions have been healed. അവർ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. She is സ്ത്രീയാണ്. receiving glory upon glory. അവർ ഉടനെ എന്നെ വിളിച്ചു, മോനെ എന്നെ കാണാൻ വരണം. Then immediately she called me and said, my son, you need to come and see me. ഞാൻ ചെന്നപ്പോൾ എന്നോട് ഈ സാക്ഷ്യം പറഞ്ഞു. When I went there, she said this testimony. എൻ്റെ അകത്ത് എവിടെ കിടക്കുന്നു ഈ വൃത്തികെട്ട വാക്ക്? And then she's asking me, where does this dirty word remain in me? ഞാൻ ഓർത്തു ഞാൻ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെട്ടു. I thought I was completely sanctified. ഞാൻ ഒത്തിരി കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട് ഭർത്താവിൽ നിന്ന്. I have suffered much things from my husband. ആക്ച്വലി ഭർത്താവിൽ നിന്നല്ല, ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന്. Not my husband, but from his house. പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ നിന്നില്ല. But that time my husband did not stand with me. എന്നെ സഹായിച്ചില്ല. He did not help me. ഇപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് നല്ലവനാണ്. But today my husband is a good person to me. ഞാൻ കർത്താവിന്റെ കൂടെ ജീവിക്കുകയാണ്. And I am living with Jesus.
പക്ഷെ എവിടുന്ന് ഈ വൃത്തികെട്ട വാക്ക് എനിക്ക് വന്നത്? But from where did this dirty word come out of me? കണ്ടോ, ഇത്രമാത്രം വിശുദ്ധീകരിക്കപ്പെട്ട് സൗഖ്യമായെങ്കിലും ആ ഡീപ്പസ്റ്റ് സോളിൽ, ആ ദേഹിയുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പഴയത് കിടപ്പുണ്ട്. Can you see, even though she has been that much cleansed and healed and sanctified, somewhere deep in her soul, this darkness remained. ഞാൻ അത്രയും കഥ പറഞ്ഞത്, നമ്മൾ അങ്ങോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ കിടപ്പുണ്ടെല്ലാം. I am saying this story because we don't need to go deep. It is still on top here. ആഴത്തിലെ കാര്യം അവിടെ കിടക്കട്ടെ. Let us talk about the deepest thing later. അവിടെ മനസ്സ് തുറന്ന് അവിടെ കിടക്കുന്ന അഴുക്ക. When we open our mind, it's full of filthiness. ഭയം അവിടെ കിടക്കുക. Fear is remaining there. നിരാശ അവിടെ കിടക്കുക. Grief is remaining there. കയ്പ് അവിടെ കിടക്കുക. Bitterness is there. കോപം അവിടെ കിടക്കുക. Anger is there. ദേഷ്യം അവിടെ കിടക്കുക. Wrath is there. എല്ലാ തരത്തിലുമുള്ള മോഹങ്ങൾ അവിടെ കിടക്കുക. Every kind of lust is there. നമ്മുടെ മനസ്സ്, ബുദ്ധി, വികാരങ്ങൾ ഇതൊന്നും വിശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. Our mind, our emotions, our will has not yet been sanctified. അവിടെ എല്ലാം ഇരുട്ടുകൾ ഉണ്ടെന്ന്. In all these places there is darkness. ഓരോ പാപവും ഒരു ഇരുട്ടാണ്. Every sin is a darkness. ഓരോ ഭാരവും ഒരു ഇരുട്ടാണ്. Every burden is darkness. പാപം നമുക്കറിയാം. We know sin. ആ പാപങ്ങളെല്ലാം ഒരു ഇരുട്ടാണ്. And all of that sin is darkness. ആ ദേഹിയിൽ ആ പാപം ഇരിക്കുന്ന ആ ഭാഗത്ത് ദൈവത്തിന്റെ വെളിച്ചം വന്നിട്ടില്ല. Wherever that sin is in the soul, the light of God has not come into that place. ഹൃദയത്തിൽ തകർച്ചകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തിൽ ദൈവത്തിന്റെ വെളിച്ചം വന്നിട്ടില്ല. If there is brokenness in our heart, in that place the light of God has not yet come. അവിടെ ഇരുട്ട് വാഴുകയാണ്. The darkness reign in that place. ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ വെളിച്ചം വന്നിട്ടില്ല. If there is brokenness and wounds in our heart, the light of God has not yet come in that place. അവിടെ ഇരുട്ട് വാഴുകയാണ്. The darkness is reigning in that place. Hallelujah. Hallelujah. ഹൃദയത്തിൽ ഭാരമുണ്ടെങ്കിൽ ആ പ്രത്യേക ഭാഗം അവിടെ വെളിച്ചം വന്നിട്ടില്ല. If there is burden in our hearts, in that particular place, the light of God has not yet come. ഇരുട്ട് അവിടെ വാഴുകയാണ്. The darkness is reigning in that place. ഭയം ഒരു ഇരുട്ടാണ്. Fear is a darkness. ദുഃഖം ഒരു ഇരുട്ടാണ്. Grief is a darkness. നിരാശ ഒരു ഇരുട്ടാണ്. Depression is a darkness. സംശയം ഒരു ഇരുട്ടാണ്. Doubt is a darkness. കയ്പ് ഒരു ഇരുട്ടാണ്. Bitterness is a darkness. ക്ഷമിക്കാൻ കഴിയാത്ത ഹൃദയം ഒരു ഇരുട്ടാണ്. A heart that cannot forgive is a darkness. ഇത് കാണാൻ പറ്റുമോ? Can you see this? ഇത് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത്, ഈ ദിവസങ്ങളിൽ ദൈവസഭ ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി. I'm repeating this again and again because these days the church of God has to be sanctified. നമ്മൾ കർത്താവിന്റെ അടുക്കലോട്ട് വരാൻ വേണ്ടിയാണ്. We need to come near to the Lord. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലോട്ട് ചേർന്ന് വരാൻ We need to വേണ്ടിയാണ്. come near to his word. നമ്മൾ ദൈവത്തിന്റെ കൂടെ നിൽക്കണം. We need to stand with God. കാര്യം നമ്മൾ ദൈവ തേജസ്സിന്റെ ആ അനുഭവത്തിന് ഏറ്റവും അടുത്ത് വന്നിരിക്കുകയാണ്. Because we have come closer to experience the glory of God. ദൈവത്തിന്റെ കാബോദ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. The kabod of God will come down in our midst. ദൈവത്തിന്റെ തേജസ് നമ്മുടെ നടുവിൽ ഇറങ്ങി The വരും. glory of God will come down in our midst. ദൈവത്തിന് നമ്മെ മുഴുവനുമായി തന്റെ തേജസ് കൊണ്ട് നിറയ്ക്കണം. God wants to fill our entire self in his glory. ദൈവത്തിന്റെ മഹിമ നമ്മൾ അകത്ത് നിറയണം. His glory has to fill within us. ദൈവത്തിന്റെ തേജസ്സും അവന്റെ ശക്തിയും നമ്മിലൂടെ അവന് He വെളിപ്പെടുത്തണം. wants to manifest his glory and his power through us. തന്റെ ഏകജാതനായ പുത്രനിൽ ദൈവം തന്നെ വെളിപ്പെടുത്തി. God has manifested himself through his only begotten son. യേശുക്രിസ്തുവിൽ തന്നെ വെളിപ്പെടുത്തിയതുപോലെ അവന് നമ്മിലും വെളിപ്പെടുത്തണം. And as he has manifested and revealed through his son, he wants to manifest through us also. നമ്മളെ അതിനു വേണ്ടിയാ വിളിച്ചത്. And God has called us for that reason. യേശുക്രിസ്തുവിനെ പോലെ ഒരു കൂട്ടം പുത്രന്മാരെ പിതാവിന് വേണം. Father God wants a group of sons and daughters like his son Jesus. പിതാവിനെ വെളിപ്പെടുത്തുന്ന, അവന്റെ സർവ്വസമ്പൂർണ്ണതയും വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടം പുത്രന്മാരെ സ്വർഗ്ഗത്തിലെ പിതാവിന് ആവശ്യമാണ്. Father God in heaven needs a group of sons and daughters that reveals his glory. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ രക്ഷയെ പ്രാവർത്തികമാക്കണം. That is why it's written we need to work out our own salvation. ഭയത്തോടും വിറയലോടും കൂടെ നമ്മൾ രക്ഷയെ We need to പ്രാവർത്തികമാക്കണം. work out our own salvation with fear and trembling.
എത്ര പേർക്ക് ഭയവും വിറയലുമുണ്ട്? How many of you have this fear and trembling? നമ്മുടെ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അകത്ത് എത്ര പേർക്ക് ഭയവും When we വിറയലുമുണ്ട്? talk about our sanctification, how many of you have fear in your heart for that? നമ്മോട് ദൈവം പറഞ്ഞിരിക്കുക, നാം നമ്മെ തന്നെ God is വിശുദ്ധീകരിക്കണമെന്ന്. telling us to us that we have to sanctify ourselves. വർക്ക് ഔട്ട്, നമ്മുടെ രക്ഷയെ ഭയത്തോടും വിറയലോടും കൂടി രക്ഷയെ We need to പ്രാവർത്തികമാക്കണമെന്ന്. work out our own salvation with fear and trembling. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് അവൻ നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. He said, beloved, because we have these promises, we have to put aside all the filthiness of the flesh and of the spirit, and be sanctified completely in our spirit, soul, and body. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങളോട് തന്നെയാണ് സംസാരിക്കുന്നത്. I'm speaking to you, you itself. ഞാൻ നിങ്ങളോട് വചനം I'm പറയുന്നത്. speaking to you the word of നമ്മൾ God. ഇത്രത്തോളം വചനം കേട്ടവരാണ്. We have heard all these scriptures. കർത്താവിനൊരു പ്രവൃത്തി ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയുണ്ട്. God has a work to do in this world, അതിനൊരു ശേഷിപ്പിനെ കർത്താവ് and He is നോക്കിക്കൊണ്ടിരിക്കുകയാണ്. looking for a remnant for that. ഭയവും വിറയലും അകത്തുള്ള ഒരു A ശേഷിപ്പ്, remnant that has fear and trembling in them. വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്ന ഒരു A remnant that ശേഷിപ്പ്, thirsts for holiness. അതിനുവേണ്ടി ദൈവത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു And a ശേഷിപ്പ്. remnant that will stand with God for that. അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുമ്പോൾ And when we stand like that with God, ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവം തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കാൻ to ആരംഭിക്കും. do and to will is God, and He will complete that work in us. ദൈവത്തിന് മാത്രമേ നമ്മളെ വിശുദ്ധീകരിക്കാൻ Only പറ്റുകയുള്ളൂ. God can sanctify us നമ്മുടെ completely. അകത്ത് കിടക്കുന്ന ഓരോ ഇരുട്ടിനെ മാറ്റാൻ ദൈവത്തിനെ Only കഴിയുകയുള്ളൂ. God can remove each darkness from ദൈവം within അതിനു us. വേണ്ടി തന്റെ വചനത്തെ നമുക്ക് And for അയക്കുന്നത്, that He is sending His word for us. അതിനുവേണ്ടി തന്റെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് അയക്കുന്നത്, For that reason He is sending His spirit within us. തന്റെ വചനം അയച്ച് ആത്മാവിനെ അയച്ച് നമ്മുടെ അകത്ത് കിടക്കുന്ന ഇരുട്ടിന്റെ കോട്ടകളെ തകർത്തു He's കളയുകയാണ്. sending His word and His spirit, and He's destroying the stronghold of darkness which is within us. ഇതിന്റെ ഒരു പരിജ്ഞാനം നമ്മുടെ അകത്ത് വേണം. We need an understanding of this in our എൻ്റെ hearts. അകത്ത് ഭയം ഇരിക്കുമ്പോൾ ഞാൻ അറിയണം, ഈ ഭയം എൻ്റെ അകത്തിരിക്കുന്ന ഒരു ഇരുട്ടാണെന്ന്. When our fear is remaining in me, I have to know that this is a darkness that is in me. ആ ഭയത്തെ എടുത്ത് കളയുന്നത് വരെ എനിക്ക് അതിനോടൊരു മല്ലയുദ്ധമുണ്ട്. And until that fear is taken out of me, I have a wrestle, I have a war with that fear. ദൈവം വെറുതെ അങ്ങ് എടുത്ത് കളയത്തില്ല ഭയം. God will not simply take that fear out of you. എന്നോട് പറയും, നീ തന്നെ അതിനെതിരെ മൽപ്പിടുത്ത് He's നടത്താൻ. telling you that you need to fight with it. നീ പ്രാർത്ഥിക്കാൻ പറയും, You pray, നീ വചനം സ്വീകരിക്കാൻ you പറയും, receive the word, നീ അതിനെ പുറത്താക്കാൻ and you പറയും. cast it out. കാരണം അത് എന്നെ ശക്തീകരിക്കാൻ Because വേണ്ടിയാണ്, that is to strengthen me, എന്നെ ബലപ്പെടുത്താൻ that is വേണ്ടിയാണ്, to make me strong, എന്നെ സെൽഫ് സഫിഷ്യന്റ് ആക്കാൻ is to make me വേണ്ടിയാണ്. self-sufficient. പക്ഷേ എന്നെ കൂടെ നീക്കാൻ കഴിയത്തില്ല ഭയത്തെ. But I am not able to move that fear out of അവിടെ me. ദൈവം കൃപ തരും, And there God gives me His അവിടെ ദൈവം grace. ശക്തി തരും, There will give His power. അവന്റെ വചനം അയക്കും, He'll send His word. അവൻ ആത്മാവിനെ He will അയച്ച് send His spirit. ആ ഭയം എന്ന കോട്ട ഇടിച്ചു And He കളയും. will destroy that stronghold of fear. ആ നിരാശ എന്ന കോട്ട ഇടിച്ചു കളയും. He will demolish that stronghold of grief. അവിടെ കിടക്കുന്ന ഇരുട്ടിനെ പുറത്തു മാറ്റും. And He will remove that darkness from അവിടെ there. ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് And He നിറയ്ക്കും, will fill that place with His love. ദൈവത്തിന്റെ സ്വസ്ഥത കൊണ്ട് And He will നിറയ്ക്കും, fill that place with His rest. ദൈവത്തിന്റെ സമാധാനം കൊണ്ട് He will നിറയ്ക്കും. fill that place with His peace. ഹല്ലേലൂയ. Hallelujah. നാം ആഴത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ ഈ ദിവസങ്ങളിൽ പരിശോധിക്കണമെന്ന് കർത്താവ് നമ്മൾ God പറയുകയാണ്. is telling us that we have to examine our hearts deeply. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഒരു ശേഷിപ്പിനെ വേണം. God needs a remnant for His glory to manifest in this ഞാനിത് world. വളരെ വേദനയോട് കൂടെ I'm പ്രസംഗിക്കുകയാണ്, preaching this with much pain in my heart. വളരെ വേദനയിൽ പറയുകയാണ്. I'm speaking this with much pain in my heart. സഭയ്ക്ക് ഇങ്ങനെ പോകാൻ The പറ്റത്തില്ല, church cannot go like this forward. സഭയ്ക്ക് ഈ നിലവാരത്തിൽ പോകാൻ The പറ്റത്തില്ല. church cannot go in this level forward. കർത്താവിന്റെ പ്രവൃത്തി ഏറ്റവും
ഏറ്റവും The work of ആസന്നമായിരിക്കുകയാണ്. God is very near. അവന്റെ കാബോധ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങുവാൻ വെമ്പൽ കൊള്ളുകയാണ്. And his kabod is ready to come and manifest in this world. പരിശുദ്ധാത്മാവിന്റെ ഒരു സെക്കൻഡ് വേവ് ഈ ദൈവസഭയിൽ ഉണ്ടാകാൻ വേണ്ടി There പോവുകയാണ്. is a second wave of Holy Spirit that is going to happen in the churches of God. പരിശുദ്ധാത്മാവ് സഭയെ സന്ദർശിക്കാൻ വേണ്ടി The Holy പോവുകയാണ്. Spirit is going to visit the ഒരു churches. വലിയ ഉണർവ് ദൈവസഭയിൽ അയക്കാൻ വേണ്ടി He's going to പോവുകയാണ്. send a great revival in the churches of God. 247 രാജ്യങ്ങളെയും കുലുക്കുന്ന ദൈവ പ്രവൃത്തി ദൈവസഭയിൽ ദൈവം വെളിപ്പെടുത്താൻ വേണ്ടി God is going to ആഗ്രഹിക്കുകയാണ്. manifest a great work in the churches of God that will bring revival in 247 nations. പക്ഷെ അവൻ ആരിലേക്ക് തേജസ് പകരും? But to whom he will give his glory? എങ്ങനെ മഹിമ ഇറങ്ങി വരും നമ്മുടെ How will അകത്ത്? the glory come and abide in us? നാം നമ്മെ തന്നെ ഒരുക്കുന്നില്ലെങ്കിൽ, If we are not preparing ourselves, നാം നമ്മെ തന്നെ if we are not ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ, sanctifying നാം ourselves, നമ്മെ തന്നെ if we are not സമർപ്പിക്കുന്നില്ലെങ്കിൽ submitting ourselves, എങ്ങനെ ദൈവത്തിന്റെ മഹിമ ഇറങ്ങി വരും? how will the glory of God come? എങ്ങനെ തേജസ് ഇറങ്ങി വരും? How will the glory come? ദൈവത്തിന്റെ ഹൃദയം അതിനകത്ത് വേദനിക്കുന്നെന്ന് ഈ സഭയോട് I'm പറയുകയാണ്. telling the church that the heart of God is paining because of this reason. കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടമാണ് ഞാനും നിങ്ങളും. We are the selected and elected people of God, which God has chosen. കർത്താവ് നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ സഭ ഒരു സെൻഡിങ് ചർച്ചാണ്. God has told us many times that this church is a sending church. അയക്കുന്ന സഭയാണ്. A sending church. കഴിഞ്ഞ വർഷം ഇവിടെ ഒരു പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ സഭയിലുള്ള മിക്ക ആൾക്കാരും ദൈവം അയക്കാൻ വേണ്ടി പോവുകയാണ്. A prophet, when he came in this place, he said many people of this church God is going to send them. 50% ആൾക്കാർ പോകാൻ വേണ്ടി പോവുകയാണ്. More than 50% is going to go. ആ ദൈവത്തിന്റെ പദ്ധതിയാണ്. It is the plan of God. അതിനുശേഷം ദൈവം വീണ്ടും ആൾക്കാരെ കൂട്ടിച്ചേർക്കും. And then God will gather other people, വീണ്ടും സഭ അയച്ചുകൊണ്ടിരിക്കും. and again he will send them. അത് ഈ സഭയുടെ നിയോഗമാണ്. That is the appointment of this church. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾ But the ones who are now here, ദൈവത്തിന്റെ തേജസ്സിനെ വഹിക്കേണ്ടവരാണ്. you have to become the glory carriers of God. പൂർണ്ണമായി സമർപ്പിച്ചേ And for പറ്റൂ. that reason you have to completely submit നിങ്ങൾ yourself. സമർപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ സഭയിൽ നിന്നും ഔട്ടായി പോകും. If you are not submitting without your knowledge, you will be removed from this congregation. ദൈവം നിങ്ങളെ മാറ്റിക്കൊണ്ടുപോകും. God will remove from this കാരണം congregation. നിങ്ങൾ ഒരുങ്ങുന്നില്ലെങ്കിൽ കർത്താവിന് തടസ്സമായി നിൽക്കും. Because if you are not preparing yourself, you will stand as a hindrance for God. നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് വരണമെന്ന് കർത്താവ് God ആഗ്രഹിക്കുന്നു. desires that everyone comes to the experience of God's glory. പിതാവ് അത് ആഗ്രഹിക്കുക. That is what God desires. നമ്മൾ പറയുന്നത് വെറുതെ പറയുന്ന കുറെ കാര്യമല്ല. We are not saying simply some stories. ദൈവത്തിന്റെ ആത്മാവിൽ ദൈവത്തിന്റെ അരുളപ്പാടായിട്ട് പറയുകയാണ്. It's from the Spirit of God, and from God we are speaking നമ്മൾ this. ഗൗരവത്തോടെ ഇനി ജീവിക്കണം. We need to live seriously. ഗൗരവത്തോടെ We പ്രാർത്ഥിക്കണം. need to pray seriously. നമ്മുടെ ആത്മദേഹി ദേഹത്തിന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ഗൗരവത്തോടുകൂടെ ദൈവത്തിന് മുമ്പാകെ നിൽക്കണം. We need to stand before God with much seriousness for the sanctification of our spirit, soul and body. ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുക. And in the Holy Spirit I decide to pray for you. ഈ ഹോളിൽ ഇരിക്കുന്നവരുണ്ട്, അതുപോലെ ഓൺലൈനിൽ ഇപ്പോൾ കേൾക്കുന്ന ആൾക്കാരുണ്ട്. Everyone who is hearing me online and also the one seated here. കർത്താവിന്റെ സമയം The വന്നിരിക്കുകയാണ്. time of God is near. അവന്റെ കാബോദിന്റെ സമയം The വന്നിരിക്കുകയാണ്. time of his kabod is near. അവന്റെ തേജസ്സിനാൽ അവൻ ദൈവസഭയെ സന്ദർശിക്കുന്ന സമയം The വന്നിരിക്കുകയാണ്. time when God visits his church with his glory has come. കർത്താവ് ഏത് നിമിഷവും അവന്റെ പ്രവൃത്തി ചെയ്യും. God will do his work anytime. ഏത് നിമിഷവും ദൈവത്തിന്റെ മഹിമ The വെളിപ്പെടും. glory of God will manifest anytime. അവന്റെ ശക്തി എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടും. His power could manifest anytime. അത് അവന്റെ അധികാരത്തിലുള്ള കാര്യമാണ്. That is a matter which is in his authority. നമ്മുടെ ഉത്തരവാദിത്തം അതിനുവേണ്ടി ഏൽപ്പിച്ചു But കൊടുക്കുക. our responsibility is to submit for that. നമ്മെ തന്നെ വിശുദ്ധീകരിക്കുക. Our responsibility to sanctify നമ്മെ ourselves. തന്നെ ക്രമീകരിക്കുക. Prepare ourselves. പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവത്തിന്റെ പ്രവൃത്തിക്കു വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് I സംസാരിക്കുക. speak to you in the Holy Spirit that you need to prepare and give yourself with fasting and prayer for this reason. അല്പം കൊണ്ടോ അധികം കൊണ്ടോ പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും. God can work with little or with much. ഗിദെയോന്റെ
ചെറിയ സൈന്യത്തെ കൊണ്ട് മഹാജയം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. God, it was possible with God to bring victory with a small number of people, which was with Gideon. ദൈവത്തിനൊന്നും അസാധ്യമല്ല. There is nothing impossible with God. ദൈവത്തിനൊന്നും അസാധ്യമല്ല. There is nothing impossible with God. ദൈവത്തിനൊന്നും There is അസാധ്യമല്ല. nothing impossible for God. ദൈവത്തിനൊന്നും There അസാധ്യമല്ല. is nothing impossible for God. ദാവീദിന്റെ കൂടെയുള്ള വീരന്മാരെ കുറിച്ച് വചനം പറയുകയാണ്. The scripture speaks about the great men which was with David. ഒരു മനുഷ്യൻ നിന്ന് ഒരു വലിയ സൈന്യത്തെ തോൽപ്പിക്കുകയാണ്. One man is standing and defeating a great army. ഒരു മനുഷ്യൻ One man ഒരു വലിയ സൈന്യത്തെ is തോൽപ്പിക്കുകയാണ്. defeating a great army. ഒരു മനുഷ്യൻ One man ഒരു വലിയ സൈന്യത്തെ is തോൽപ്പിക്കുകയാണ്. defeating a great army. ദൈവത്തിന് There അസാധ്യമായതൊന്നുമില്ല. is nothing impossible ആ with God. ദൈവം ഇന്ന് നമ്മുടെ മധ്യത്തിൽ And that ജീവിക്കുകയാണ്. God is dwelling today among us. നമ്മെ ഉപയോഗിച്ച് ഒരു വലിയ ഉണർവ് ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന് ഇഷ്ടമുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. And you need to know that God likes, God desires to bring a great revival through us. ആ ദൈവത്തിന്റെ ഇഷ്ടമാണ്. That is the desire of ആ God. ദൈവത്തിന്റെ That is തീരുമാനമാണ്. God's decision. നാം മാത്രമല്ല ഒരു കൂട്ടം ദൈവത്തിന്റെ ഭക്തന്മാർ ഈ ഭൂലോകത്തിന്റെ ഓരോ വൻകരയിലും ഇരുന്ന് അതിനുവേണ്ടി നിരന്തരമായി Not പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. only us, but a group of God's faithful servants is seated in many different places in the continent, and they're praying for that. ഈ പട്ടണത്തിൽ നമ്മൾ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റ് പല അഭിഷിക്തന്മാരും രഹസ്യമായി പ്രാർത്ഥനയിൽ In ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. this city, it's not only us who are praying, but many servants of God is praying in secret in many places. ഈവൻ കേരളത്തിന്റെ അനേക ഭാഗങ്ങളിൽ ആരും അറിയാതെ അനേക അഭിഷിക്തന്മാർ മുറികളിൽ കതകടച്ചിരുന്ന് പ്രാർത്ഥനയിൽ Even in തുടർന്നുകൊണ്ടിരിക്കുകയാണ്. Kerala, there are many anointed ones of God who are seated secretly in their homes, closing their door and praying for this. നമ്മൾ മാത്രമല്ല It's not പ്രാർത്ഥിക്കുന്നത്, only us who are praying. അനേകർ പ്രാർത്ഥിക്കുവാൻ ആത്മാ The ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. Spirit of God is preparing many people to pray. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ സമയം നമ്മുടെ മുമ്പിൽ The time വന്നിരിക്കുകയാണ്. of God has to work is before us. ഇനി നമുക്ക് ഇനി സമയം കളയാൻ വേണ്ടി Now we have no more time to waste. നാം ഇനി നമ്മെ തന്നെ We have സമർപ്പിക്കുകയാണ്. to submit നമ്മെ ourselves. തന്നെ We are ഒരുക്കുകയാണ്. preparing നമ്മെ തന്നെ ourselves. We are വിശുദ്ധീകരിക്കുകയാണ്. sanctifying നമ്മെ തന്നെ ourselves. We are വേർതിരിക്കുകയാണ്. separating നമ്മെ തന്നെ ourselves. We are ക്രമീകരിക്കുകയാണ്. setting us in നമ്മെ order. തന്നെ We are സമർപ്പിക്കുകയാണ്. submitting. കർത്താവേ, എന്നെ പൂർണ്ണമായി Father, വിശുദ്ധീകരിക്കണമേ. completely sanctify me. എന്റെ ഹൃദയത്തിനകത്തു കിടക്കുന്ന സകല മുറിവുകളെ സൗഖ്യമാക്കണമേ. Father, every brokenness that is within me, please heal it. എന്റെ ഹൃദയത്തിലെ സകല തകർച്ചകളെ Heal സൗഖ്യമാക്കണമേ. all the brokenness in my heart. എന്റെ അകത്ത് കിടക്കുന്ന സകല പാപങ്ങളെ നീക്കം ചെയ്യണമേ. Remove every sin which is remaining in me. എന്റെ അകത്തുള്ള സകല ഭാരങ്ങളെ നീക്കം ചെയ്യണമേ. Father, remove every burdens within me. നിന്റെ പുത്രന്റെ ഹൃദയം പോലെ, നിന്റെ പുത്രന്റെ ദേഹി പോലെ എന്റെ ദേഹിയെ സമ്പൂർണ്ണ വെളിച്ചമാക്കണമേ. Father, make my soul as your son's soul, which is completely light. യേശുക്രിസ്തുവിനെ പോലെ ഒരു ഹൃദയം നമ്മൾ സമ്പാദിക്കാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുക. God desires that we treasure a heart just like Jesus' heart. യേശുക്രിസ്തുവിന്റെ ദേഹി പോലത്തെ ഒരു ദേഹിയെ സമ്പാദിക്കുവാൻ പരിശുദ്ധാത്മ ബുദ്ധി ഉപദേശിക്കുക. God, the Holy Spirit is telling us that we need to acquire a heart like Jesus' heart. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി We are പോവുകയാണ്. standing together and we are going to pray. ചില നിമിഷങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ നാം നിൽക്കുകയാണ്. We are standing for some minutes before the Father. വളരെ ആഗ്രഹത്തോടെ We പ്രാർത്ഥിക്കുകയാണ്. need to pray with much desire. ചിലരോട് മടങ്ങി വരുവാൻ കർത്താവ് God is പറയുകയാണ്. telling to some people to come back. നിങ്ങൾ ഇപ്പോൾ പോകുന്ന വഴി വിട്ട് ഒരു യു ടേൺ എടുത്ത് മടങ്ങി വരുവാൻ കർത്താവ് God പറയുകയാണ്. is telling in the way that you are going now, take a U-turn and come back. നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. You don't need to destroy your life. കുറ്റബോധത്തിൽ ജീവിക്കേണ്ട You don't need to ആവശ്യമില്ല. live with guilty conscience. നിരാശയിൽ ജീവിക്കേണ്ട You don't need to ആവശ്യമില്ല. live in grief. സങ്കടത്തിൽ ജീവിക്കേണ്ട You don't need to ആവശ്യമില്ല. live in pains. ദുഃഖത്തിൽ ജീവിക്കേണ്ട You don't need to ആവശ്യമില്ല. live in depression. നഷ്ടബോധത്തിൽ ജീവിക്കേണ്ട You ആവശ്യമില്ല. don't need to live in loss. നിന്ദയിൽ ജീവിക്കേണ്ട You don't ആവശ്യമില്ല. need to live in accusations. നിന്ദയിലും പരിഹാസത്തിൽ ജീവിക്കേണ്ട You don't need ആവശ്യമില്ല. to live in accusations or reviling. മടങ്ങി വരാൻ കർത്താവ് പറയുകയാണ്. God is telling to come back. ദൈവം നിന്റെ ഹൃദയത്തെ സൗഖ്യമാക്കാൻ വേണ്ടി God ആഗ്രഹിക്കുന്നു. decides to heal your heart. വിടുവിക്കാൻ വേണ്ടി He ആഗ്രഹിക്കുന്നു. decides to deliver your heart. ശുദ്ധീകരിക്കാൻ വേണ്ടി He ആഗ്രഹിക്കുന്നു. decides to sanctify you. നമ്മുടെ അകത്തുള്ള ഇരുട്ടുകളെ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ God ആഗ്രഹിക്കുന്നു. decides that you submit your darkness before Him. സകല പാപങ്ങളെ വിട്ട് കളയാൻ വേണ്ടി He ആഗ്രഹിക്കുന്നു. decides that you leave every sin. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളെ വിടുവാൻ അവൻ He ആഗ്രഹിക്കുന്നു. decides that you leave every sin that entangles around you
and every burden that surrounds you. അതിനുള്ള കൃപ പകർന്നുകൊണ്ടിരിക്കുക. And for that reason He's giving His ഈ grace. വചന കേൾവിയിൽ തന്നെ കൃപ പകർന്നുകൊണ്ടിരിക്കുക. When you're hearing this word, He's sending His grace. ഭയത്തിന്റെ ചങ്ങല ഇന്ന് പൊട്ടിച്ചു കളയാം. That chain of fear is being broken today. പാരമ്പര്യമായുള്ള ഭയത്തിന്റെ ചങ്ങല പൊട്ടിക്കുകയാണ്. That fear that you inherited, that chain is being broken today. കോപത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. That chain of fear, of anger is broken today. ചങ്ങല പൊട്ടുകയാണ്. That chain of depression is breaking today. ചങ്ങല പൊട്ടുകയാണ്. That guilty conscience chain is broken today. ഭാരത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. That chain of burden is broken today. heaviness പൊട്ടുകയാണ്. That heaviness is being broken today. യേശുവിന്റെ അധികാരമുള്ള In the name of Jesus. എല്ലാ മോഹങ്ങളും പൊട്ടുകയാണ്. Every lust is being removed. ലൈംഗിക പാപങ്ങളുടെ ശക്തി പൊട്ടുകയാണ്. Every lust is being broken. ധനമോഹത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. The desire for the money, that lust is being, the chain of that lust is being broken. മോഹത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. That lust is being broken. കുടുംബ തകർച്ചയുടെ ചങ്ങല പൊട്ടുകയാണ്. The family brokenness of that chain is being broken. നിങ്ങളെ ഇന്ന് കർത്താവ് സ്വതന്ത്രമാക്കുകയാണ്. God is freeing you today. വാ തുറന്ന് ദൈവത്തോട് സംസാരിച്ചു തുടങ്ങുക. Open your mouth and speak with God. എവിടെയാണോ നിങ്ങൾ കെട്ടപ്പെട്ട് കിടക്കുന്നത്, wherever you are bound, ദൈവത്തിന്റെ വെളിച്ചമില്ലാതെ എവിടെയാണോ കെട്ടപ്പെട്ട് കിടക്കുന്നത്, wherever there is darkness and you are bound, എത്രമാത്രം ഇരുട്ടുകൾ നമ്മിൽ അവശേഷിക്കുന്നുണ്ട്, how much darkness remain in you, അത് തിരിച്ചറിഞ്ഞ് understand that വാ കൊണ്ട് പറയുമ്പോൾ and speak with your mouth. ദൈവത്തിന്റെ കൃപ ഇറങ്ങി The വരികയാണ്. grace of God is coming. ദൈവത്തിന്റെ ശക്തി The power ഇറങ്ങുകയാണ്. of God is coming. ദൈവത്തിന്റെ അഭിഷേകം The ഇറങ്ങുകയാണ്. anointing of God is coming. വചനമയച്ച് He is സൗഖ്യമാക്കുകയാണ്. sending His word and healing. വചനമയച്ച് സകല കുഴികളിൽ നിന്ന് എന്നെ കരകയറ്റുകയാണ്. He is taking you out from every ditches by sending His സകല word. ബന്ധനങ്ങളും ഇന്ന് അഴിയപ്പെടുകയാണ്. Every bondages is being broken. സകല ബന്ധനങ്ങളും Every അഴിയപ്പെടുകയാണ്. bondage is being loosed. സകല ശാപങ്ങളും Every അഴിയുകയാണ്. curse is being loosed. നിന്നെ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഇരുട്ടിന്റെ വള്ളികൾ, ഇരുട്ടിന്റെ പാശങ്ങൾ, ഇരുട്ടിന്റെ കയറുകൾ അഴിയപ്പെടുകയാണ്. Every rope that is entangling you, the darkness is entangling you, is being removed right now. നിന്നെ കെട്ടിവച്ചിരിക്കുന്ന പാപത്തിന്റെ ചങ്ങല ഇന്ന് The chain പൊട്ടിമാറുകയാണ്. of sin that is bounding you is being removed right now. ദൈവം നിങ്ങളെ God is സൗഖ്യമാക്കുകയാണ്. healing you നിങ്ങളെ അവൻ ആവശ്യമുണ്ട്. because He needs you. അവന്റെ ഗ്ലോറി കാരിയറായി, തേജസ്സിന്റെ വാഹകരായി ദൈവത്തിന് നിങ്ങളെ God ആവശ്യമാണ്. needs you as His glory carriers. മടങ്ങി വരാൻ കർത്താവ് He's ആഗ്രഹിക്കുന്നു. desiring that you come back to Him. മടങ്ങി വരാൻ കർത്താവ് He ആഗ്രഹിക്കുന്നു. decides that you come back to Him. അവനാ ഏൽപ്പിക്കാൻ കർത്താവ് He ആഗ്രഹിക്കുന്നു. decides that you submit to Him. അവന്റെ കൂടെ നിൽക്കാൻ കർത്താവ് God ആഗ്രഹിക്കുന്നു. decides that you stand with Him. ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട. Do not fear, little lambs. തന്റെ രാജ്യം നൽകുവാൻ പിതാവ് നിങ്ങളുടെ മേൽ God has പ്രസാദിച്ചിരിക്കുന്നു. been pleased upon you to give you His kingdom. ഓ, ജീസസ്. അബ്ബാ പിതാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ ജനത്തെ ഇപ്പോൾ സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി നന്ദി We പറയുന്നു. thank you, Holy Spirit, for the grace that you are healing your people. നിന്റെ ജനത്തിന്റെ അകത്ത് അവിടുത്തെ കൃപകൾ വ്യാപരിക്കുന്നതിന് നന്ദി പറയുന്നു. We thank you that your grace is moving in your people. അവരുടെ ബുദ്ധിയെ തുറക്കി നന്ദി പറയുന്നു. Thank you that you're opening their brains. ദൈവത്തിന്റെ വെളിച്ചം അവരുടെ മേൽ ഉദിക്കുന്ന കൃപയ്ക്കായി Thank സ്തോത്രം. you that the light of God is arising in them. ദൈവത്തിന്റെ തേജസ് നിന്റെ ജനത്തിന്റെ മേൽ പ്രകാശിക്കുന്ന കൃപയ്ക്കായി നന്ദി Thank പറയുന്നു. you for the grace that your glory is shining upon them. അവരകത്തെ ആത്മ മനുഷ്യനെ നീ എഴുന്നേൽപ്പിക്കുന്ന കൃപയ്ക്കായി നന്ദി Thank you പറയുന്നു. for the grace that you are lifting up the inner person. ജീവജലത്തിന്റെ നദികളെ തുറക്കുന്ന കൃപയ്ക്കായി നന്ദി Thank you പറയുന്നു. for the grace that you're opening the rivers of living waters. കർത്താവേ, ഞങ്ങൾ നിന്റെ കൃപയിൽ തന്നെ ആശ്രയിക്കുന്നു. Father, we rely only on your നിന്റെ grace. കരുണയിൽ തന്നെ ആശ്രയിക്കുന്നു. We rely only on your mercy. നിന്റെ മഹാദയയിൽ തന്നെ We ആശ്രയിക്കുന്നു. rely only on your great kindness. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah.